ഈ കേരള സർക്കാരും ഈ ഗവൺമെൻറ്റും അടുത്തൊരു ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പോകുന്നതാണ്. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞ് നടത്തിയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനകരമായ മാർഗം നടത്തുന്നുണ്ട്. ഏത് സർക്കാർ വന്നാലും ജനങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ മുട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഈ കേരള സംസ്ഥാനം അനുഭവിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം 2 നൂറ്റാണ്ട് ജീവിച്ച് 2 ഭരണം ഒരേ പാർട്ടി ഉണ്ടാക്കിയിട്ടും അവർ ഇന്ന് ജനങ്ങളുടെ പേരും പറഞ്ഞ് ഇഷ്ടംപോലെ കാശുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവരെ തന്നെ സമ്പാദ്യം ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നു. ജനങ്ങളുടെ പൈസയാണ് അവരിട്ട് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാതെ അവർ സ്വന്തം ഖജനാവ് പോക്കറ്റ് വിറിപ്പിക്കുക ചെയ്യും. ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും ബാക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ അവർക്ക് നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ജനങ്ങളുമൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം എന്നറിയോ, ജനങ്ങളെല്ലാം കഴുതകളാണ് എന്നാണ് ജനസമ്പർക്കത്തിൻ്റെ ഒരു കാരണം. കാരണം ഇന്നലെ വരെ നമ്മൾ കയറ്റി വിട്ടിട്ട് അവർ മൂന്നാമതും നമ്മൾ വീണ്ടും അവരെ കയറ്റിയിരുത്തുക. എന്നിട്ട് പറയുന്ന അവർ ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്തില്ല. എന്തിനാ വീണ്ടും അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ വോട്ട് ചെയ്യാൻ പോകണം? ചെയ്യരുത്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവർക്ക് നമ്മൾ അത് കണ്ടെത്തി ചെയ്യാൻ നോക്കണം. അല്ലാതെ വോട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശമാണ് വോട്ട്. അത് നമ്മൾ നിർവഹിക്കാൻ നമുക്ക് സന്നദ്ധനാണ്. പക്ഷേ ആ ചെയ്യുന്ന സന്നദ്ധത, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി നമുക്ക് നല്ലതാണോ എന്ന് ആദ്യം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. കോടികൾ മുടക്കിയ ഫ്ലൈറ്റും ബസ്സും കാറും ഒക്കെ ഇറക്കുന്നവർ എന്തിനാ? ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് 1 കിലോ അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്. ആ ജനജീവിതത്തിലോട്ട് ഇറങ്ങിച്ചേരണം. എന്നിട്ട് ആ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു മാർഗം അവർ കണ്ടെത്തണം. ഞാൻ 1000 കോടി ചെയ്തു, മറ്റേ ചെയ്തു, 12 പേർക്ക് കൊടുത്തു, ജോലി കൊടുത്തു, 10,000 പേർക്ക് ജോലി കൊടുത്തു. എവിടെ കൊടുത്തു? ആർക്ക് കൊടുത്തില്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചെന്ന് കാര്യം നോക്കിയാൽ ലക്ഷക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. എല്ലാം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് അവർ കഷ്ടപ്പെട്ട് രാമകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചിട്ടാണ് അവർ എക്സാം എഴുതുന്നത്. ഈ എക്സാം എഴുതി പേപ്പറുകൾ വന്ന് പാസ്സായി കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരു അഡ്മിഷൻ കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാ ഈ ജനങ്ങൾ എന്തിനാ അത് ചിന്തിക്കാത്തത്? പത്ത് വർഷമായിട്ട് ആലപ്പുഴ ടൗണിൽ നടന്ന് വിൽക്കുന്ന ആളാണ്. 8 മണി മുതൽ വൈകിട്ട് 3:10 വരെ ഒക്കെ ആവും. പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് ഈ ടിക്കറ്റ് നല്ല രീതിയിൽ വിറ്റഴിയാൻ പറ്റുന്നില്ല. ഇത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രൈസ് കൊടുത്ത് വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.